മുല്ലപ്പെരിയാർ ഡാം തകരുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ശ്രീ ആൻ്റണി സാറിനോട് ചോദിക്കാം. സാർ, നമ്മുടെ മുല്ലപ്പെരിയാർ തകരുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് എല്ലാവരും. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ മുല്ലപ്പെരിയാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഡാമാണ്. അത് സുറുക്കി ചുണ്ണാമ്പ് മിശ്രിതം ഇതുപയോഗിച്ചാണ് ഈ ഡാം പണിതേക്കുന്നത്. അപ്പോൾ ഇത് പണിത കാലത്ത് അന്ന് പ്രവചിച്ചിരിക്കുന്നത് മാക്സിമം ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 50 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം കഴിഞ്ഞു. ഇപ്പോഴും ഈ ഇത്രയും ഘനമീറ്ററുള്ള ഈ വെള്ളം ഈ സുറുക്കി ചുണ്ണാമ്പ് മിശ്രിതത്തിന് താങ്ങാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് തകരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതിൻ്റെ തകർച്ച ഏതൊക്കെ ജില്ലകളാണ് കൂടുതൽ ബാധിക്കുക? ഈ വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ദുരന്തങ്ങൾ നമ്മൾ സാക്ഷിയായതാണ്. അതിനേക്കാൾ വലിയൊരു ദുരന്തത്തിനാണിക്കും ഇനി നമ്മൾ സാക്ഷിയാവാൻ പോകുന്നത്. കാരണം ഇത് തകർന്നു കഴിഞ്ഞാൽ എറണാകുളം, ഇടുക്കി, പിന്നെ തൃശ്ശൂർ ജില്ലയുടെ പകുതിയോളം വെള്ളത്തിനടിയിലാവുന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടം തന്നെ മാറും. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം വന്നത് അനധികൃതമായിട്ട് ഡാം തുറന്നിട്ടതിന് മൂലമാണ്. അപ്പോൾ ഒരു ഡാം തകർന്നാലുള്ള അവസ്ഥേനെ പറ്റി നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ക്ലബിന്റെ മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. അപ്പൊ ഇന്ന് ഈ ക്ലബ്ബ് വെച്ചിരിക്കുന്ന മീറ്റിംഗിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ 2-ാം തീയതി ഓണാഘോഷത്തിനുള്ള പ്ലാനുകൾ ചെയ്തു. സെപ്റ്റംബർ 2-ാം തീയതി പറ്റില്ല, ഞങ്ങൾക്ക് ഒഴിവുണ്ടാവില്ല. ഞാനും ബോബും ഓടാ. ഞാനില്ല, 2-ാം തീയതി നല്ല ദിവസാ. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഒഴിവില്ല, ഓണത്തിന്റെ തിരക്കാ. അവനും പറ്റില്ലെങ്കിൽ വേണ്ട. എന്റെ പെങ്ങളെ കൊച്ചിന്റെ ചോറണ, എനിക്ക് പോകാൻ പറ്റില്ല. പെങ്ങളെ കൊച്ചിനല്ല, പല തല്ലിയൊന്നല്ലല്ലോ. ആ ശരി, ഞാൻ വരുന്നുണ്ട്. പക്ഷെ ജിജുനെ വിളിക്കാണെങ്കിൽ ഞാൻ പറ്റില്ല. പട്ടിന്റെ കാശ് മുട്ടിയാണ്. അങ്ങനത്തെ കള്ളന്മാരും നമുക്ക് ഈ പരിപാടിക്കല്ല. അങ്ങനെ ഞാൻ പറയാം. നമുക്ക് മീറ്റിംഗ് പിരിക്കാം. എന്നാ ശരി, മീറ്റിംഗ് അവസാനിപ്പിക്കാം. മുല്ലപ്പെരിയാർ ഡാം പ്രശ്നത്തിലാണ്. ഞാൻ ടിവിയിൽ ന്യൂസ് കൊണ്ടുവരാ. എപ്പോഴാണെങ്കിലും പൊട്ടും. നമ്മളിപ്പോ എന്ത് ചെയ്യേ? നമ്മൾ നീ ഒന്നും ചെയ്യണ്ട. മനുഷ്യനും വേണ്ട ഭയം ഇവരൊന്ന് ഒറ്റയ്ക്ക് പേറുകയാണ്. കാരണം 127 വയസ്സ് പ്രായമുള്ള ഈ അപകടം ഇവരുടെ മുന്നിലാണ് ഓരോ മഴക്കാലത്തും മരണത്തിന്റെ കാഹളം മുഴക്കുന്നത്. എന്താ വൈകിയ? ഞാൻ കുറെ നേരം ഇങ്ങനെ കാത്തിക്കണേ. നിന്റെ മുഖം എന്താ പോലെ കൈ കുറച്ച് പാടില്ല. ഇന്ന് 2 ചെറുതടിക്കാന്ന് പുട്ട് കാണിക്കാനാടാ. ഇതോരാണ് എനിക്ക് തയ്യോ? അതെനിക്കറിയാവുന്നോണ്ടല്ലേ ഞാൻ വേറെ ഒന്നും കൂടി മേടിച്ചത്. അമ്പടാം എടുക്ക. അപ്പൊ നിനക്ക് പൈൻ്റ് മേടിച്ചാ പോലായിരുന്നു. പൈൻ്റ് മേടിച്ചല്ലേ, കൃത്യമായ അളവ് കിട്ടില്ല. നമുക്ക് കറക്റ്റ് അളവ് കഴിക്കാം. ഇല്ല, കുഴപ്പമില്ല. വെള്ളം എങ്ങനെയാ? അറിയണം. എന്താ എന്റെ പ്രശ്നം? അതൊന്നും പറയണ്ടവനെ. ഇന്നലെ TV ന്യൂസില് ഡാമിന്റെ മാത്രം ന്യൂസ് ഉണ്ടായുള്ളൂ. അപ്പൊ തുടങ്ങി എന്റെ തലയിൽ ഡാം അധികൃതർ പറയുന്ന ഡാം പൊട്ടുന്ന. അധികൃതര് അവർക്ക് എന്തുവേണമെങ്കിലും പറയാം. അവര് കല്യാണം കഴിച്ച് മക്കളായി, കൊച്ചുമക്കളായി. എനിക്ക് വേണ്ടിട്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്റെ കാര്യം ഓർത്ത് നോക്കിയേ. അച്ഛനെന്തിനു വരുവാ? അതൊക്കെ പോട്ടെ. അതെ, നാളത്തെ ഓണാഘോഷത്തിന്റെ മീറ്റിങ്ങിന് ജിജുവിനെ വിളിക്കണം. ജിജുവിനെ എന്റെ പട്ടി വിളിക്കും. ആരെയും വിളിച്ചോ? അതെ, കഴിഞ്ഞ
പ്രളയ സമയത്ത് തന്റെ വീട്ടിക്ക് ഡാമ തുറന്ന പോലെ വെള്ളം വന്നപ്പോ ഞാൻ രക്ഷിക്കാനുണ്ടായുള്ളൂ. ജിജുണ്ടായിരുന്നു പറഞ്ഞത് ഓക്കെ. നീ എന്നെ എങ്ങനെ കഴിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ബ്രെഡ് മുട്ടയും തിന്നപ്പാ. അങ്ങനെ ബ്രെഡ് മുട്ടയും തിന്നിണ്ടെങ്കിലേ കുറച്ച് ബ്രെഡ് മുട്ട നിന്റെ അണ്ണായി ഞാൻ തന്നിട്ടുണ്ട്. ഈ ജിജുവിന്റെ മൂത്ത മോന് ഫുട്ബോൾ കളിക്ക് പരിക്ക് പറ്റി. അന്ന് ആ ചികിത്സക്ക് വേണ്ടിട്ടാണ് ആ ഫണ്ട് മാറ്റിയത്. അറിയോ എന്ത്? അത് ഇന്നലെ തന്നെ സെക്രട്ടറിനെ വിളിച്ചിട്ട് അവൻ ആ പൈസ ഗൂഗിൾ പേ ചെയ്തു. ഇതൊക്കെ നീ എങ്ങനെ അറിയണേ? ഇന്നലെ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരുപാട് കരഞ്ഞു. ആ ഒരുപാട് സങ്കടം എന്നോട് പറഞ്ഞു. അതിപ്പോ ആരായാലും എന്റെ മോനെ അങ്ങനെ പറ്റി കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നായാലും പൈസ അവിടെ എന്നോടൊരു വാക്ക് ചോദിക്കാന്നില്ലടാ. ഞാൻ സഹായിക്കില്ലടാ എന്റെ മുത്തിന്. ഒരു പണിക്ക് പോകാതെ നിനക്ക് എവിടെ നിന്നാ കാശി? നിന്റെ കടം കൊടുത്തിട്ടായാലും ഞാൻ സഹായിക്കില്ലടാ. ആരെന്ന് മേടിക്കും കേട്ടോ. മീറ്റിങ്ങിന് ജിജു വരും, അപ്പൊ നോക്കാം. ജിജോ, നീ ഇത് ആവർത്തിക്കരുതാ. എന്റെ മോനെ ഒരു അപകടം പറ്റിയ കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളോട് പറയണ്ടേ? ഞങ്ങൾ സഹായിക്കില്ല നിന്നെ. സോറി. ആ എന്നാ വാ, നിങ്ങൾ വന്നിരിക്കും. ഇപ്രാവശ്യം ഓണാഘോഷത്തിന് എന്തെല്ലാം പരിപാടിയാണ് പ്ലാൻ ചെയ്തത്? ഓരോരുത്തരുടെ അഭിപ്രായം പറയും. നമുക്ക് പുൽക്കളി വെച്ചാലോ? അതൊന്നും വേണ്ട. ബിസ്ക്കറ്റ് കടി, പഴം തെറ്റിയും ബ്രെഡ് തെറ്റിയും അത് നമുക്ക് എടുക്കും. ഓക്കെ 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 ഓക്കെ. എനിക്കൊരു കാര്യം പറയാണ്ട്. ഞാൻ എന്റെ പേര് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തു. മുല്ലപ്പെരിയാർ പൊട്ടനേക്കാൾ മുമ്പ് എനിക്ക് കല്യാണം കഴിക്കണം.